ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ 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 ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി, നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ 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 ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ. അങ്ങനെ രേണുവിൻ്റെ കിച്ചുവിൻ്റെ വിഷയത്തിൽ ഇത് ഇവിടങ്ങും കൊണ്ട് തീരുന്ന ഒരു ലക്ഷണമൊന്നുമില്ല. കാര്യം രേണു ഇപ്പം വൻ രീതിയിലുള്ള പ്ലാനിങ്ങുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് രേണു ഈ 2-ാം തീയതി നാട്ടിൽ വരും. നാട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് ഇരിക്കുക. ഇങ്ങനെയാണ് എനിക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു വിവരം ഇനി ആൾക്കാർ അറിഞ്ഞ സ്ഥിതിക്ക് ഇവരിനി പ്ലാൻ മാറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ അവർ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ കിച്ചുവിന് അഗെയിൻസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. കിച്ചുവിന് അയച്ചു കൊടുത്ത പൈസയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ സകലമായ കാര്യങ്ങളും ഇവർ പറയുമെന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പല ആൾക്കാരുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ നിലവിൽ കിച്ചുവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അതൊരിക്കലും വന്ന് വീഡിയോയിൽ വന്നിരുന്ന് സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കാം. എന്തായാലും കിച്ചുവിൻ്റെ ഒരു കമൻറ്റ് ഇപ്പം കിടന്ന് കറങ്ങുന്നുണ്ട്. ആ കമൻറ്റ് ഞാൻ ഇവിടെ വായിച്ചു തരാം. കുറേ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തതുമാണ്. ഇത് ഡാനി സത്യൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിച്ചു ഇട്ട കമൻറ്റാണ്. ഹായ് ബ്രോ, ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന്. എന്താ സംഭവം നമുക്ക് ഇവിടെ കിട്ടിയോ? മറ്റേ 5-സ്റ്റാർ ഹോട്ടലിൻ്റെ കേസ് ഉണ്ടല്ലോ കിച്ചു പറഞ്ഞത്. അത് ആ വീഡിയോക്കകത്ത് ഞാനും കണ്ടില്ല കിച്ചു എവിടെ രേണുവിൻ്റെ പേര് പറയുന്നത്. പക്ഷേ കുറേ ആൾക്കാർ ഇപ്പം ഈ സാധനം ട്വിസ്റ്റ് ചെയ്യട്ടെ. കുറേ ആൾക്കാരല്ല, രേണു തന്നെ ഈ സാധനം ട്വിസ്റ്റ് ചെയ്തിട്ട് വരുത്തി തീർക്കുവാണ്. സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ബാക്കിയോടെ വായിക്കാം. അമ്മയായിട്ടുള്ള ഒരു കോൺടാക്ട് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ എന്തെങ്കിലും പൈസ ചോദിക്കുന്ന മാത്രമാണ്, വേറെ ഒരു കോൺടാക്റ്റും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വല്ലതും വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് ആരെങ്കിലും ഒക്കെ കാണിച്ചു തരും. എന്നിട്ട് പറയും ഇപ്പോൾ ഇട്ട് തരാടാ, അതേ ഉള്ളൂ ഒരു കോൺടാക്റ്റ്. മനസ്സിലായല്ലേ? ഈ പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങൾ ഒട്ടുമിക്കപ്പെട്ട ആൾക്കാരും കണ്ടു കാണും. അതായത് കുറേ മീഡിയക്കാരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ചുമ്മാ പ്രഹസനം കാണിച്ചിട്ട് ഒരു വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് പറയും ഞാൻ ഇപ്പോൾ ഇട്ട് തരാം കേട്ടോ, എടാ നമുക്ക് മറ്റേ ടാറ്റു ചെയ്യണ്ടേ, ഞാൻ അമ്മ വരട്ടെ കേട്ടോ, അമ്മ വന്നിട്ട് ചെയ്ത് തരാം കേട്ടോ. അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇവർ കാണിക്കുവാണ്, ഞാൻ കൊടുത്ത് സഹായിക്കുന്നുണ്ട്, ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പണ്ടും എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്ത്രീ കാണിക്കുന്ന അഭിനയമാണ്. ഇപ്പോൾ ഇത് സത്യമായിട്ട് വന്നേ. ഇപ്പോഴും അന്ധത ബാധിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ആ പയ്യനെ കുറ്റം പറയുവാണ്. രേണു എന്തിനു നോക്കണം? രേണുവിൻ്റെ മകനല്ലല്ലോ, അവൻ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനു നോക്കണം? ആ സ്ത്രീ എങ്ങനെയും ജീവിച്ചോട്ടെ. ഒരു വിവരവുമില്ലാത്ത ആൾക്കാരായി പോയല്ലോ നമ്മുടെ ഈ മലയാളികളെന്ന് ആലോചിക്കുമ്പോൾ. ഒരു പയ്യന് കുറച്ച് കാശ് കൊടുത്തെന്ന് വെച്ചിട്ട് എല്ലാമായി തീരുവോ? അവൻ്റെ സങ്കടം എന്താണ്, അവൻ അനുഭവിച്ച വിഷമം എന്താണെന്ന് പോലും നിനക്കൊന്നും മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്താ? ഞാൻ വേണമെങ്കിൽ അവൻ പറഞ്ഞേക്കുന്ന കുറച്ച് ഭാഗം കൂടെ ഒന്നും കൂടെ കേൾപ്പിക്കാം. വെറുതെ കേൾപ്പിച്ച് വെറുപ്പിക്കുന്നതല്ല, പക്ഷെ നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കാം അവൻ പറഞ്ഞേക്കുന്ന കാര്യം. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ നീ അവിടെ കഴിച്ചാ ഒന്നിനും ആരും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുമോ? ഞാൻ പോകുന്നു, രാത്രി 3 മണിക്ക് ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരാൾക്ക് സംസാരിക്കണമെന്ന് അങ്ങനെ അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ അറിയത്തില്ല ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടോന്ന് അറിയത്തില്ലേ. പക്ഷെ ആ ബാഡ് ടൈം ഞാൻ മനസ്സിലാക്കി. കണ്ടല്ലോ, അവൻ്റെ വിഷമമാണ് പറഞ്ഞത്. അതായത് ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ സുഖമാണോ, എന്തുണ്ട് നിൻ്റെ വിശേഷം എന്ന് പോലും ചോദിക്കാൻ അവൻ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും വന്ന് സംസാരിക്കുന്നത്. അല്ലാതെ 100-300 രൂപ അവന് കൊടുത്തതിനെ പറ്റിയിട്ടൊന്നും അല്ല ഞങ്ങളൊന്നും സംസാരിക്കുന്നത്. നിങ്ങൾ മേ ബി കാശ് കൊടുത്ത് കാണും. കാശ് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയണത്. അവനൊരു പ്രോപ്പർ പേരൻറ്റിങ് കിട്ടിയിട്ടില്ല. എന്തു ഇവിടെ രേണുവിൻ്റെ കൂട്ടുകാരും രേണുവിൻ്റെ അന്ധത ബാധിച്ച നാറികളും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവളെയൊക്കെ ഞാൻ നാറികളെന്നേ വിളിക്കത്തുള്ളൂ, അല്ല ഞാൻ വേറെ ഒന്നും വിളിക്കത്തില്ല. ഇവളെ പോലെയുള്ളവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വേറെ ഒരുത്തി ഇറങ്ങിയിട്ടുണ്ട്, ഒരുത്തൻ ജാസി, ഒരു ഭൂലോക തരികിട. അവൻ എന്തുവാ കാണിക്കുന്നതെന്നുള്ള കാര്യം അവൻ എന്നെ ബോധമില്ല. അവന് സംസാരിക്കാൻ പോലും നേരെ അറിയത്തില്ല. ഞാൻ അവനെപ്പറ്റി ഒരുപാട് വീഡിയോ ആയിട്ടുള്ളതാണ്. സർജറിയുടെ നാടകം കാണിച്ചു, അത് നാട്ടുകാർ കൈയോടെ പൊക്കി. പിന്നെ എന്തൊക്കെ പ്രഹസനമാണ് കാണിച്ചത്? അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ നിങ്ങൾ കേൾക്ക്. പക്ഷെ ആ ട്രോമയില് പറയാണ്ട് പറഞ്ഞിരിക്കുന്നത് രേണു ചേച്ചിനെ കുറിച്ചിട്ടല്ലേ. കാരണം പിന്നീട് ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി എനിക്ക് സ്നേഹം എവിടുന്നും കിട്ടിയിട്ടില്ല, അവിടെ ഞാൻ വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും എന്നോട് ആരും അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടില്ല.
അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടി പറയുന്നത് ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് രേണു സുധി എന്നിട്ട് ഒരു സ്മൈൽ, ഒരു ചിരി, ആ ചിരിയിലുണ്ട് എല്ലാം. അതെ, ആ ചിരിയിലുണ്ടല്ല. രേണു കാണിക്കുന്നത് മൊത്തവും കള്ളത്തനമാണെന്ന് ഉടായിപ്പുവാണെന്ന് അവന് വളരെ വ്യക്തമായിട്ട് അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ ചിരിച്ചത്. നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് 100-300 രൂപ അയച്ചു കൊടുക്കും. മോനെ സുഖമാണ് മോനെ, അമ്മ എയർപോർട്ടിലെത്തി മോനെ, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക, ഞാനൊരു വിധവയാണ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം അവന് മനസ്സിലാവും. അവൻ പൊട്ടനൊന്നുമല്ല. അതാണ് അവൻ ചിരിച്ചുകൊണ്ട് രേണുവിൻ്റെ കാര്യം പറഞ്ഞത്. അവൻ പകുതിയൊക്കെ അവൻ വിഴുങ്ങിയിട്ടുണ്ട്, അവൻ മൊത്തത്തിൽ ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ പോട്ട്, ജാസിക്ക് ഇതൊക്കെ പറയാനുള്ള യോഗ്യത എന്തുവാ? നീ കേരളത്തിലുള്ള സകലമാന ആൾക്കാരെയും പൊട്ടന്മാരാക്കി സർജറി എന്നും പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാ. നിനക്കൊക്കെ ഇത് പറയാനുള്ള യോഗ്യത എന്തുവാ? അവൻ്റെ വിഷമോ അവൻ്റെ സങ്കടമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് നീയൊക്കെ. ഇപ്പോഴും സ്റ്റിൽ അവൻ്റെ നെഗറ്റീവ്, അവൻ പറഞ്ഞേക്കുന്ന തെറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ അവൻ ചെയ്തേക്കുന്ന തെറ്റുകൾ എന്താണ്, അതൊക്കെയാണ് നീയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പൈസ കൊടുത്തത് എന്തോ വലിയൊരു സംഭവമായിട്ടും കരുതിയിരിക്കുവാണ്. ആ ചെറുക്കൻ കടന്നുപോയ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുന്നേ അവൻ പറഞ്ഞ വീഡിയോ ഞാൻ ഒന്നും കൂടെ വെച്ചത്. കാരണം ആരെ കുറിച്ചാണ് ഇത് വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ ഒരു ഐഡിയയിൽ ഇത് വ്യക്തമായിട്ട് ആരോ പിന്നീന്ന് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് അവന് വയസ്സ് 5-10 ഒന്നും അല്ല, അവന് വയസ്സ് 10-24. ആരെങ്കിലും അവനെയും കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഇടുന്നൊരുത്തനാണോ? സ്വന്തം ഈ പറയുന്ന അമ്മയെ പറ്റിയിട്ടും അല്ല അവരുടെ ഫാമിലിയെ പറ്റിയിട്ടും ഒക്കെ അങ്ങനെ വന്നിരുന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണോ ഇത്? നിനക്കൊന്നും ഒരു ബോധമില്ലേ? നീയൊക്കെ എന്തുവാ കാണിക്കുന്നത്? നീ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞ് കിടന്ന് കാട്ടിക്കൂട്ടി എന്തുവായിരുന്നു? സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമായിട്ടുള്ളൊരു വ്യക്തിയാണ് നീ എന്ന് പറയുന്നൊരു വ്യക്തി. നിനക്കൊക്കെ ഇതിനെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത എന്തുവാ? നിന്നെയൊക്കെ ആരായി ഇൻ്റർവ്യൂവിന് പിടിച്ചിരുത്തുന്നത്? അതാ എനിക്കിവിടെ ചോദിക്കാനുള്ളത്. പബ്ലിക് ന്യൂസൻസ് ആണ് നീയൊക്കെ. പക്ഷെ ഋതപ്പൻ ഒരു കാര്യം മനസ്സിലാക്കണ്ടായിരുന്നു, ഈ ഫോഴ്സ്ഫുള്ളി എന്താണ് കിച്ചു ഒരു കാര്യം മനസ്സിലാക്കണ്ടായിരുന്നു. ഋതപ്പൻ കിച്ചുവിന്റെ സ്വന്തം സുഹൃത്താണ്. നിങ്ങൾ അച്ഛൻ ഒന്നാണ്, അമ്മ വേറെവരായാലും അച്ഛൻ ഒന്നാണ്, നിങ്ങൾ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. ഋതപ്പന്റെ അമ്മനെ കുറിച്ചാണ് കിച്ചു പറഞ്ഞത്, അതായത് സ്വന്തം അമ്മ തന്നെ. കാരണം അവൻ എന്തോ പറഞ്ഞ്, അവൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവനെ വേണ്ട രീതി അവനെ കെയർ ചെയ്തിട്ടില്ല. ആദ്യമൊക്കെ അമ്മ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നെ ആ ഒരു സ്നേഹം ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവൻ മാനസികമായിട്ട് തകർന്ന് അവൻ അവിടെ പോയി നിൽക്കുന്നത് കൊല്ലത്ത്. നീയൊക്കെ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? നീയൊക്കെ ഇന്നലെ അല്ലേ രേണുവിൻ്റെ കൂടെ വന്നത്? അതിനുശേഷമല്ലേ ഇതിനൊക്കെ പറ്റി അറിയാൻ തുടങ്ങിയത്? അമ്മയുടെ സ്ഥാനം ഒരു 11ാമത്തെ വയസ്സിൽ ഒരു കുട്ടിനെ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ അത്രയും ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചിന്റെ ഒരു മൈൻഡ് എങ്ങനെയാന്നുള്ളത്. ആ ഒരു മൈൻഡ് വെച്ചിട്ട് ആ വയസ്സ് വരെ ഈ കുട്ടിനെ തനിക്ക് കഴിയുന്ന രീതിയിൽ നോക്കിയിട്ടുണ്ട് ചേച്ചി. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴായിട്ട് രേണു ചേച്ചി ഞാനും ഒക്കെ രേണു കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ ഈ ഒരു കാര്യം റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയം വന്ന സമയത്ത് രേണു പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കണ്ട ആൾക്കാർ തന്നെ പേഴ്സണലി നമുക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമ്മളത് പറഞ്ഞിട്ടുമുണ്ട്. അതെല്ലാം ഓക്കെയാണ്. അത് കാശ് അയച്ചു കൊടുക്കുന്നതാണോ ഏറ്റവും വലിയൊരു കാര്യം? നിങ്ങൾ പറ. രേണു ഇതിനോടകം തന്നെ ഒരുപാട് പൈസയൊക്കെ അയച്ചു കൊടുത്തെന്ന് പല ആൾക്കാരോടെയും പറയുന്നുണ്ട്. കാശ് മതി ഒരു മനുഷ്യന്. എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സ്നേഹത്തിൻ്റെ വില എന്താ, അല്ലെങ്കിൽ ഒരു പേരൻറ്റിങ് എന്താ? ഇതൊക്കെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഋതപ്പൻ ഉണ്ടല്ലോ, മേ ബി ഈ ഋതപ്പൻ വലുതായി വരുമ്പോൾ അവന് മേ ബി പറയാനായിട്ട് കാണും. അവനെപ്പോലും തിരിഞ്ഞു നോക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. രേണു ഒരു മൊബൈൽ ഫോണും ആ പയ്യൻ്റെ കയ്യിൽ കൊടുത്ത് അവന് വിടും. അവൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു മുറിവ് വന്നപ്പം പോലും സ്വന്തം അമ്മയ്ക്കറിയില്ല അതെങ്ങനെ വന്നു എന്ന്. ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നീയൊക്കെ എന്തോ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇത് വളച്ചൊടിച്ച് വേറെ ലെവലിലോട്ട് അങ്ങ് ആക്കുവാണ്. അതായത് കിച്ചുവിൻ്റെ പെടലിക്കോട്ട് അങ്ങ് ഉണ്ടാക്കും. കിച്ചു ഒരു കുറ്റക്കാരൻ എന്നുള്ള രീതിയിലോട്ട് അങ്ങ് കൊണ്ടുവരും. നിങ്ങൾ നോക്കിക്കോ, അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, കിച്ചു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ഇത് നിർത്തരുത്. നീ ഇനിയും വീഡിയോ വേണം. ഇതിൻ്റെ സത്യങ്ങൾ ജനങ്ങൾ അറിയണം. ഞാനും ഒക്കെ ഒരുമിച്ച് കരീഷ്മയുടെ വീട്ടില് ഉണ്ടാവുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ഋതപ്പൻ വിളിക്കാറുണ്ട്. വളരെ നല്ല രീതിയിലാണ് അവർ കിച്ചു വിളിക്കാറുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ സംസാരിക്കാറുള്ളത്. അത് കൂടാണ്ട് കിച്ചുവിന് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങളും പറയും, ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ തന്നെ അവൻ കുറച്ച് മുന്നേ പറഞ്ഞത്, വല്ലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, ആരെങ്കിലുമൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും, അമ്മ ഇപ്പോൾ ഇട്ട് തരാമെന്നും പറയുന്നു. അതൊക്കെ രേണുവിൻ്റെ ഒരു തരം എന്ത് പറയണ്ട, ഒരു ബ്രില്യൻസ് ആണ്. അതായത് എല്ലാവരുടെയും മുന്നിൽ രേണു കാണിക്കുവാണ്. കണ്ടില്ലേ, ഞാൻ അവനെ നോക്കുന്നുണ്ട്, പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ രേണു ആ ഒരു പിക്ചർ അങ്ങ് വരുത്തി തീർത്തതാണ്. രേണുവിനറിയാം ഫ്യൂച്ചറിൽ ഇത് എന്തെങ്കിലും പണി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് രേണു മനഃപൂർവ്വം ആ കാശ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്.
ചോദിക്കും ഇങ്ങനെ ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് കുട്ടികൾ വഴി തെറ്റുട്ടോ എന്നൊക്കെ ഞങ്ങളും പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ ക്യാഷ് മാത്രം കൊടുത്താൽ കുട്ടികളെ വഴി ഇല്ല, അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവൻ ഇതാണ് ഓക്കെയാണ്, അവൻ സ്വന്തം കാലിൽ നിൽക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിക്കും യൂട്യൂബ് ഒക്കെ ചെയ്യുന്നില്ലേ, യൂട്യൂബിൽ നിന്നൊക്കെ കിച്ചന് വരുമാനം കിട്ടുന്നുണ്ടോ? ഞാൻ നോക്കാറില്ല, അത് അവന്റെ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചേച്ചി അങ്ങ് ഇതാക്കാറാണ്. അപ്പോൾ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കാണിക്കുന്ന ഈ 300 രൂപ 200 രൂപ 100 രൂപ എന്നല്ല, അതിനപ്പുറത്തേക്കുള്ള എമൗണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പേഴ്സണലി ഞാൻ ആസ് എ ഫ്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവ എവിടെ പറഞ്ഞു കാശ് ഇട്ട് തന്നിട്ടില്ലെന്ന്? അവ എവിടെയും പറഞ്ഞിട്ടില്ല. അമ്മ വല്ലപ്പോഴും വിളിക്കും, കാശിൻ്റെ കാര്യങ്ങൾ കാശ് ഇങ്ങനെ തരുമെന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നീയൊക്കെ എന്തു വഴി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ദൈവത്തെ ഓർത്ത് ഈ രേണുവിൻ്റെ വിഷയത്തിൽ ഇങ്ങനെയുള്ള കുറേ നാറികളെ ഒന്നും വിളിച്ചിട്ടൊന്ന് ദൈവത്തെ ഓർത്ത് ഇൻ്റർവ്യൂ ചെയ്യല്ലേ. ഉള്ള കാര്യം പറഞ്ഞത് ആ ചെറുക്കനെ പിന്നെയും ഇതൊക്കെ കാണിപ്പിച്ച് മാനസികമായിട്ട് ഡൗൺ ആക്കുവാണ്. ഞാൻ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കുറേ നാളുകൾക്ക് മുന്നേ. എന്തോരം അഭിനയമാണെന്നറിയോ. എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ്. എന്നിട്ട് അവനോടെ തന്നെ ചെയ്ത പ്രവർത്തികൾ എന്താണെന്ന് അവൻ്റെ വായിന്ന് കേട്ടല്ലോ. ഞാൻ ആ ഇൻ്റർവ്യൂ ഇവിടെ കാണിക്കുക. കിച്ചുവിനെ കുറച്ച് കാലങ്ങളായിട്ട് എനിക്കറിയാം ഭയങ്കര ഇഷ്ടമായിരുന്നു. കിച്ചു ഭയങ്കര സ്നേഹത്തോടെ അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കും. ആദ്യം അവനാണ് എന്നെ വിളിച്ചത്. ആ കുട്ടീനെ എനിക്ക് എന്താ പറയാ, ആ ഒരു അമ്മ എന്ന് വിളിക്കുന്ന അമ്മ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. എന്നെ അന്ന് എന്റെ ഋതപ്പൻ വിളിക്കുന്നതിനേക്കാൾ സത്യമാണ്. അമ്മ എന്ന് പറയുന്നതിനകത്തൊരു സത്യമുണ്ട്. അവൻ്റെ ശരിക്കുള്ള അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഈ ഒരു അവസ്ഥയൊന്നും ഒരിക്കലും വരത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെയായാലും സ്വന്തം അമ്മയല്ലേടേ, സ്വന്തം അമ്മയുടെ അത്രയും ഒരിക്കലും വേറെ ആർക്കും പറ്റത്തില്ല. ഈ രേണുവിൻ്റെ അഭിനയമാണ് കാണേണ്ടത്. എന്റെ കിച്ചുവാണ് എന്നെ അമ്മ എന്ന് വിളിച്ചത് ആദ്യം. അതൊരിക്കലും എന്താ പറയാ, എൻ്റെ ഋതപ്പൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നതിന് മുന്നേ കിച്ചുവാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്തു പറയണ്ട. രേണു അങ്ങ് അഭിനയിച്ചങ്ങ് തകർക്കുക. രേണു ഇനിയെങ്കിലും ഈ നാടകമൊക്കെ ഒന്ന് നിർത്ത്. നന്നായാൽ നിനക്കൊക്കെ കൊള്ളാം. അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനി വേറെ ഒരു സംഭവം ഞാൻ കാണിക്കാം. നമ്മുടെ കുറച്ച് മുന്നേ ഞാൻ ആ ഇൻ്റർവ്യൂ വെച്ചല്ലോ, അതിനകത്ത് സൈഡിൽ വേറൊരു കക്ഷി ഇരിപ്പുണ്ടായിരുന്നല്ലോ, ശ്രീലക്ഷ്മി മറ്റേ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു സംഭവം ഞാൻ കാണിക്കാം. ഇവരുടെയൊക്കെ നിലപാടിനെ പറ്റി ആലോചിക്കുമ്പോഴേ കുറേ നാളുകൾക്ക് മുന്നേ വന്ന് രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്ത വ്യക്തികളാണ് ഇതൊക്കെ. നിങ്ങൾ ആലോചിക്കണം. ഞാൻ കിച്ചുവിന്റെ അമ്മയാണ്, എന്റെ മോനാണ് കിച്ചു എന്ന് എപ്പോഴും എല്ലാരോടും 100 വട്ടം സംസാരിക്കുന്നത്. അതാണ് അവർ ചെയ്ത തെറ്റ്? അതോ കിച്ചു ചോദിക്കുമ്പോൾ ക്യാഷ് കൊടുക്കുന്നതോ, പിന്നെ എന്റെ മക്കളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതോ, എന്റെ സൂചിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതോ? ഇത്രമാത്രം എല്ലാരും ഒന്നടങ്ക ഒരു സ്ത്രീയെ ഇത്രയും ക്രൂശിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ഞാൻ പറയട്ടെ, അവര് നാളെ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയി, ഈ ക്രൂശിച്ചവരെല്ലാം കൂടെ എന്തോ ഇരുന്നിരിക്കും, അയ്യോ നല്ലൊരു സ്ത്രീയായിരുന്നു എന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അവസാനത്തെ അടവാണ്. അവരെന്തെങ്കിലും അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നീയൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളൊരു സാധനം നിങ്ങളുടെ അവസാനത്തെ അടവാണ് എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ? നീയൊക്കെ എന്ത് പറഞ്ഞേ? അതാദ്യം പറ. അവൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ? രേണു ഒരു കൂസലും ഇല്ലാതെ സബ്സ്ക്രിപ്ഷനകത്ത് വീഡിയോസ് വിട്ട് രേണു ഡാൻസും കളിച്ച് നടന്നേനെ. നഷ്ടപ്പെടുന്ന ആർക്കാണ്? അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്കായിരിക്കും അവനെ നഷ്ടമാവുന്നത്. കാര്യം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുമ്പം നീയൊക്കെ ചിന്തിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ. എന്തായാലും രേണു വൻ പ്ലാനിങ്ങോടെയാണ് നാട്ടിലോട്ട് വരാൻ പോകുന്നത്. കിച്ചുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് മേ ബി വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരട്ടെ. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കൊടുക്കണം. അവൻ മിണ്ടാതിരിക്കരുത്. എത്രയും നാൾ അവൻ മിണ്ടാതിരുന്നതാണ് അവൻ ലൈഫ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം പോലും ആൾക്കാരത് വളച്ചൊടിക്കുവാണ്. അത് വേറെ രീതിയിലോട്ട് അത് ഡൈവേർട്ട് ചെയ്ത് വിടുവാണ്. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ നിൻ്റെ അടുത്ത് പറയുവാണ്, കിച്ചു നീ മിണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നിനക്ക് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. നിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് തുറന്നു പറയാം. ഏറ്റവും വലിയൊരു കാര്യം നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളൊരു കാര്യം നീ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു. കാര്യം ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, അത് വെച്ച് നിന്നെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവർ പണ്ടേ ഇവനെ ഇത് വെച്ചിട്ടായിരുന്നു ത്രെട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും അവനായിട്ട് വന്നത് ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞു. ഇനി അവനെ എന്തോ പറഞ്ഞ് ത്രെട്ട് ചെയ്യാനാ? ഇനി അവൻ്റെ ലൈഫിൽ ഒന്നുമില്ല. അവൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു അത്. സോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് സംസാരിക്കുക. എല്ലാവരും നിൻ്റെ ഒപ്പം കാണും, നിന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.